കണ്ണൻ അച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളെത്തിയൊരു നമ്മളൊരു വീഡിയോ ചെയ്യണത് കേട്ടോ. ലൈവും കാര്യങ്ങളും ഇടാണെങ്കിലും ഇതുപോലത്തെ ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യണേ, കുറേ നാളെത്തി ചെയ്യണം. ഇത് നമ്മൾ ഷീറ്റ് അടിച്ച് ഒരു കോട്ട് ജോയിൻ ഫില്ലർ ഇട്ട് അതിൻ്റെ മുകളിൽ പുട്ടിയിട്ടാണ് കേട്ടോ. പെയിൻറ്റിങ്ങുകാർ പുട്ടിയിട്ടാണ്. അത് നമ്മൾ ചെയ്ത വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനിഷിങ് കണ്ടോ. ഇത് വെർട്ടിക്കൽ അടിച്ച് സെൻറ്ററിൽ ഡിസൈൻ ഉണ്ട്. 4 ഇഞ്ച് താത്തിച്ചുള്ള ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. അതിന് വെർട്ടിക്കൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇനി ഫ്രെയിം വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സൈഡ് കണ്ടോ, ഈ വെർട്ടിക്കലിനകത്ത് നമ്മൾ ടേപ്പ് അടിച്ച് ജോയിൻ ഫില്ലർ ഇട്ടാണ് നമ്മൾ ചെയ്ത് നിർത്തിയാറുള്ളത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് നമ്മളൊരാളെ നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തിട്ടാൽ ഇതുപോലെ ഫ്രെയിം വർക്ക് ചെയ്തിട്ടാൽ നമ്മൾ സ്ക്വയർ ഫീറ്റിന് ഷീറ്റ് അടിക്കാൻ കൊടുത്തു. അപ്പോൾ അവർ ചെയ്തേക്കണ ഞാൻ ഉണ്ടായില്ല. അപ്പോൾ അന്ന് അവർ ചെയ്തേക്കണ ഒരു വർക്ക് കാണിച്ചു തരാം. ഒറ്റ റൂമാണ് അവർ ചെയ്തോളൂ. ഇത് അതുപോലെ ഞാൻ ഇന്നലെ ചെയ്തതാണ് വർക്കാണ്. നമ്മൾ ഇത് പുട്ടിയിടാത്തതാണ്. ജോയിൻ ഫില്ലർ മാത്രമായിട്ടുള്ളൂ. സ്ക്രൂ ഹോൾ അടച്ചിട്ടുണ്ട്. അതുപോലെ ജോയിൻ ഫില്ലർ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അവർക്ക് നമ്മൾ സ്ക്വയർ ഫീറ്റിന് ഷീറ്റ് അടിക്കാൻ മാത്രം കൊടുത്തു. അവർ ചെയ്താണ് കേട്ടോ. ഫുള്ള് വർക്ക് തീർത്തിട്ടു. അവരുടെ വർക്ക് അവർ തീർത്തിട്ടു. പക്ഷേ നമുക്ക് ആ വെർട്ടിക്കലിൽ ബലം കിട്ടണമെങ്കിൽ നമ്മളവിടെ ടേപ്പ് അടിച്ച് അവിടെ ഇപ്പോൾ ജോയിൻ ഫില്ലർ ഇട്ടാൽ മാത്രം ആ വെർട്ടിക്കലിന് നമുക്ക് നല്ല ഒരു ബലം കിട്ടും. അല്ലെങ്കിൽ ഈ സ്ക്രൂ വെയിറ്റ് വരുന്നതെന്ന് വെച്ചാൽ സ്ക്രൂ വിട്ടു പോകാനൊക്കെ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരിക്കലും നിങ്ങൾ ആരും ചെയ്യരുത്. വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ വെർട്ടിക്കലിലൂടെ നമ്മൾ ടേപ്പ് ഒട്ടിച്ച് ജോയിൻ ഫില്ലർ അടിച്ച് പോകണം. ഇതുപോലെ ചെയ്താൽ ഇതിനെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് ബലം കുറവായിരിക്കും കേട്ടോ. ഈ വെർട്ടിക്കൽ അടിച്ച് ചെയ്യുന്നതിന് മാത്രം കേട്ടോ. സാധാരണ ചെയ്യണത് ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ അടിച്ചിട്ട് ജോയിൻ ഫില്ലർ അടിച്ച് പോയാൽ മതി. ഇതുപോലെ ചെയ്യുമ്പോൾ വെർട്ടിക്കൽ അടിച്ച് ചെയ്യുമ്പോൾ വെർട്ടിക്കലിൽ നമ്മൾ ടേപ്പ് അടിച്ച് നെറ്റ് ഒട്ടിച്ച് അതിനകത്ത് ജോയിൻ ഫില്ലർ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിന് വെർട്ടിക്കലിന് ബലം ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ വെർട്ടിക്കലിൽ നമ്മൾ ജോയിൻ ഫില്ലർ അടിച്ച് ടേപ്പ് ഒട്ടിച്ച് ഫൈബർ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിനകത്ത് ജോയിൻ ഫില്ലർ അടിച്ച് ചെയ്യണം കേട്ടോ. അടിപ്പറുള്ളത് നമ്മളിപ്പോൾ ഇതിനകത്ത് പുട്ടിയിടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവർ പുട്ടിയിട്ടതിന് ശേഷമാണ് നമ്മൾ അടിയിലത്തെ ഷീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ മുറി നമ്മൾ ഒറ്റ മുറി മാത്രമാണ് അങ്ങനെ കൊടുത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിന്ന് അവർ പറഞ്ഞു വിട്ടു. ആ ഒരു മുറി അടിച്ചപ്പോൾ തന്നെ അവരെ പറഞ്ഞു വിട്ടു. അവർ പൈസ നോക്കി ചെയ്യും. നമ്മൾ പൈസ നോക്കിയാലേ നമ്മൾ ബെനിഫിറ്റുകൾ നോക്കും. പണിയുടെ ഒരു ക്വാളിറ്റികൾ നോക്കും കേട്ടോ. നമ്മൾ ചെയ്യുന്ന വർക്കിന് കണ്ടോ. ഇതൊക്കെ ഒരു കോട്ട് കൂട്ടിയിട്ടാണ്. ഇതുപോലെ സെക്ഷൻ അടിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഫിനിഷിംഗ് ആണ്. ഇതുപോലെ സെക്ഷൻ അടിച്ചിട്ട് ഇതിനടിച്ച് ഷീറ്റോടെ കയറ്റും. വീണ്ടും നമ്മൾ സെക്ഷൻ അടിച്ചിട്ട് വെക്കുക. ഒരു ഇൻറ്ററും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻറ്ററിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫാനിൻ്റെ ഹുക്ക് മാറ്റി സെൻറ്ററിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ വൺ സൈഡിലായിട്ടാണ് ഹുക്ക് എടുക്കുന്നത്. സെൻറ്ററിലേക്ക് മാറ്റി അടിക്കണം. ഇനി നമുക്ക് അവർ ചെയ്തേക്കണ വർക്കൊന്ന് അഴിച്ചു നോക്കാം. നമ്മൾ വർക്ക് കൊടുത്തിട്ട് നമ്മളന്ന് വർക്ക് കൊടുത്ത സമയത്ത് ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ വന്നപ്പോഴേക്കും അവർ ഷീറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ പുട്ടിയിടത്ത് തന്നെ എന്ന് വെച്ചപ്പോൾ അവർ ഇത് കഴിഞ്ഞിട്ട് പുട്ടി ഇടണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ അവരെ കൊണ്ട് ഈ ഉച്ചവരെയും പണിയിപ്പിച്ചിട്ട് അവരോട് നിർത്തിപ്പോകാൻ പറഞ്ഞു. അവർ നിർത്തിപ്പോയി. നമ്മുടെ വർക്ക് എപ്പോഴും നല്ല വർക്കായിരിക്കണം. പൈസ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, വർക്കും ഭംഗിയായിരിക്കണം എന്നാണ്. നമുക്കിന്ന് ഷീറ്റിൽ നിന്ന് അഴിച്ചു നോക്കണം. ഇതിനകത്ത് അവർ ഇൻറ്റർ എങ്ങനെ ഇട്ടേക്കണമെന്നും സെക്ഷൻ ഇട്ടേണ്ടതെന്ന് നോക്കണം. എത്ര സെക്ഷൻ ഇട്ടേണ്ടതെന്ന് നോക്കണം. അഴിച്ചു നോക്കാൻ പോവാം.
അപ്പോൾ സെക്ഷനൊക്കെ ഇട്ടുണ്ട്, 2 സെക്ഷൻ ഇട്ടുണ്ട്, ഒരു ഇൻട്രോ ഇട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല. സംഭവം ചെയ്തിരുന്ന പക്ഷേ ഇവിടെ ടേപ്പ് ഒട്ടിച്ച് ജോയിൻ ഫില്ലർ ഇട്ടല്ല. ഇതിനകത്ത് ടേപ്പ് ഒട്ടിച്ച് ജോയിൻ ഫില്ലർ ഇട്ടാൽ മാത്രമേ ഇതിന് ബലം ഉണ്ടാവുള്ളൂ. ഈ പാൻ്റെ ഹുക്ക് ഇവിടെ മാറ്റി വയ്ക്കും. പാൻ്റെ ഹുക്ക് വ്യത്യാസം ഈ സൈഡിലാണ്, ഇത് സെൻട്രലൈസ് ചെയ്താണ്. ഈ സൈഡിൽ 2 ഇഞ്ച് വെർട്ടിക്കൽ അടിച്ചാലാണ് നമുക്ക് ഈ 2 ഇഞ്ചിൻ്റെ പീസ് അയച്ചാൽ മാത്രമേ നമുക്ക് വെർട്ടിക്കലിൽ കറക്റ്റായിട്ടുള്ള കുട്ടിയിടാൻ പറ്റുള്ളൂ. നമ്മൾ ഷീറ്റ് മൊത്തം അയച്ച് മാറും. ഇപ്പം നിലവിൽ നമ്മളൊരു ഷീറ്റ് അയച്ച് മാറ്റിയേക്കാണ്. ഒരു ചെറിയ പീസ്, ഈ ഒരു പീസ് മാത്രം നമ്മൾ അയച്ച് മാറ്റിയേക്കട്ടോ. ഇപ്പോൾ നിലവിൽ ഇൻട്രും അതുപോലെ സെക്ഷൻ അവർ അടിച്ചിട്ടുണ്ട്, അതിനൊന്നും കുഴപ്പമുണ്ടായില്ല. ഏതായാലും അതിനകത്ത് കള്ളപ്പണി ചെയ്തിട്ടില്ല. പക്ഷേ ഈ നമ്മൾ വെർട്ടിക്കലിൽ പുട്ടിയിടാത്തതിന് ചെറിയൊരു പ്രശ്നം നമുക്കുണ്ട്. എൻ്റെ വർക്കിനകത്ത് ഞാനത് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് പുട്ടിയിടണം. ആ ഷീറ്റ് അഴിക്കാതെ നമുക്ക് പുട്ടിയിടാൻ പറ്റുമെന്ന് നോക്കണം. ആ ഷീറ്റ് അഴിക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അതിൻ്റെ ആ ടീ പോലെ ഇരിക്കുന്ന സാധനം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വലിയ ഷീറ്റ് ഒറ്റയ്ക്ക് നിന്ന് സ്ക്രൂ ചെയ്യിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെ, നമ്മൾ നിലവിൽ ടേപ്പ് ഒട്ടിച്ച് വെർട്ടിക്കലിൽ പുട്ടിയിട്ട് തീർത്തിട്ടുണ്ട്. അതുപോലെ ആ ഷീറ്റ് അഴിക്കാതെയാണ് നമ്മൾ ചെയ്തേക്കണത്. ഇനി അവർക്ക് പുട്ടിയിടാൻ കുഴപ്പമില്ല, എളുപ്പത്തിൽ പുട്ടിയിട്ട് തീരും. പുട്ടിയിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അടിയിലത്തെ ഷീറ്റ് അടിച്ചിട്ട് അതുപോലെ ഫാൻ്റെ ഹുക്ക് മാറ്റി പിടിപ്പിക്കാനുണ്ട്. ഫാൻ്റെ ഹുക്ക് കണ്ടോ, സെൻറ്ററിലല്ല കിടക്കുന്നത്, ആ സെൻറ്ററിലേക്ക് ആക്കി പിടിപ്പിക്കാനുണ്ട്. നമ്മൾ കട്ടിൽ വന്നതിനനുസരിച്ചാണ്, കട്ടിൽ സെൻറ്ററിലാണ് തന്നെ. ഈ സൈഡിലൊരു കബോർഡും അങ്ങ് സൈഡിലൊരു മിറർ, അതായത് ഡ്രസ്സിങ് ടേബിളാണ് തന്നെ, 2 സൈഡ് ടേബിളും, അങ്ങനെയാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഇനി ഒരു 2 കോട്ട് പൊട്ടിയിട്ട് പേപ്പർ പിടിച്ചതിന് ശേഷം അടിയിലത്തെ ഷീറ്റ് അടിച്ച് ഫിനിഷ് ആവും. അപ്പോൾ അതേ കണ്ടാവും. ഇങ്ങനെ വേണം നമ്മളൊരു വർക്ക് ചെയ്യാനായിട്ട്. ഇനി ചെയ്യാനുള്ളത് ഇതാണ്. ഇത് PVCയുടെ ഷീറ്റാണ് തന്നെ ഫുള്ള്. പുറത്തെ ഏരിയ ആയതുകൊണ്ട് വുഡ് കളറിൽ PVC ഷീറ്റും നടുക്ക് മൾട്ടിവുഡിൻ്റെ ഒരു ഡിസൈനാണ് തന്നെ, ലൈറ്റ് പിടിപ്പിക്കാനുള്ള ഒരു പീസ്. ഇതൊക്കെ പൊട്ടിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നിലവിൽ ഇതുപോലെ വർക്ക് ചെയ്യണം. എന്നാലാണ് ആ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. നമ്മൾ ബലം പൈസ മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ് കൂടെ നോക്കണം. ചെറിയൊരു ബെനിഫിറ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, അതുപോലെ ഷെയർ ചെയ്യണം.